നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ഞാനില്ലേ കാണിക്കാൻ പോകുന്ന ഡെയിലി വെയർ സാരിയുണ്ട്, ഒരു ടൈപ്പ് ഫങ്ഷൻ വെയർ ഡിസൈനർ സാരിയുണ്ട്, ബാക്കിയെല്ലാം ഡെയിലി വെയർ. ഇതെല്ലാം ഒരൊറ്റ കാറ്റഗറിയാണ്. ഈ ഒഴുക്കൻ ടൈപ്പ് അല്ലെങ്കിൽ ഷിഫോൺ ടൈപ്പ് അല്ലെങ്കിൽ ജോർജറ്റ് ടൈപ്പ് ഇല്ല, അങ്ങനത്തെ സാരിയാണ്. ഇതാണ് ആദ്യത്തെ ഒരു സാരി. ഇത് കണ്ടോ, നല്ല ഒരു ഇതാണ് ഡിസൈനർ സാരി എന്ന് ഞാൻ പറഞ്ഞ സാരി. ആദ്യത്തെ ഫസ്റ്റ് ഫങ്ഷൻ വെയർ സാരി. ഷിഫോണിൻ്റെ കൂട്ടൊഴുക്കൻ മെറ്റീരിയലാണ്. ഇങ്ങനെയാണ് ഫുള്ള് ബോഡി ഫുള്ള് ഇങ്ങനെ, മുന്താണി ഒന്നും പ്രത്യേകിച്ചില്ല, എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇനി അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ബ്ലൗസ്, ഹക്കോബയുടെ ബ്ലൗസ്. ബോഡിയുടെ കൈയുടെ അറ്റത്ത് ഈ ഒരു ഷെയ്ഡ് വരും. ഇത് തമ്മിൽ ഈ ഒരു ഷെയ്ഡ് വരുമെന്നല്ല, ഇത് അങ്ങനെ തന്നെയാണ്, ഈ ഷെയ്ഡ് വരും കയ്യിൽ. കണ്ടോ, ഹക്കോബയാണ് മെറ്റീരിയൽ. എന്നിട്ട് ഡിജിറ്റൽ പ്രിൻറ്റും കൂടെ ചെയ്തിരിക്കുന്ന. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ ഒരു തിളക്കം കാണുന്നില്ലേ, ഒരു വല്ലപ്പോഴും ഒരു സീക്വൻസും പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പാർട്ടി വെയർ ആയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്, അത് അങ്ങനത്തെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനൊരു ബ്ലൗസ്. ഇതെങ്ങനെ ഇട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. സാരിയുടെ ഒരു പടം കാണിച്ചു തരാം. കയ്യിൽ ആ ഒരു ബോർഡർ വന്നിരിക്കുന്ന നല്ല ഭംഗിയാണ്. ആ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടെയുള്ള കോമ്പിനേഷൻ. ബോഡി ഫുള്ള് ഇങ്ങനെ നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. വളരെ ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. ഇതിൻ്റെ സാരിക്കും അതെ, ബ്ലൗസ് വന്നിരിക്കുന്ന ആ പാർട്ടിലും അതെ, നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഈ ഒരു ടൈപ്പ് ഓഫ് സാരി 3 ഉണ്ട്, 4 ഉണ്ട്, 4. ഇനി അടുത്തത് ഇങ്ങനെ ഇതുണ്ടോ, അതിനിപ്പോൾ ഞാൻ നൂർത്ത് കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, കാണിക്കണം. പിസ്ത ഗ്രീൻ ഇതിങ്ങനെ, അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും. സാരി വരുമ്പോൾ നല്ല കളറാണ് കേട്ടോ. ഈ 2 കളറും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. എനിക്ക് 101% ഗ്യാരണ്ടിയാണ്. അത്രമേൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലേ? എന്നാന്നറിയോ, ബഹുജനം പലവിധമല്ലേ, പറയാൻ പറ്റത്തില്ല. ഇതിനും കുറ്റം പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഏത് നോക്കിയാൽ ഈ പെട്ടെന്ന്, അതുമല്ല നമ്മൾ ഈ സാരി ഉടുത്തു നമുക്കൊരു പെട്ടെന്നൊരു നോട്ടം കിട്ടും, ഒരു അട്രാക്ഷൻ കിട്ടും. കാരണം അത്ര ഒരു ക്യൂട്ട് കളറാണ്, കോമ്പിനേഷനാണ്. പിസ്തായും പീച്ചും ഒന്നും കണ്ടിട്ടില്ലാത്ത കളറാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഡൈയിങ് ഭയങ്കര ഭംഗിയായിട്ട് കൂടെ ഒരു ഗോൾഡൻ ഇതും കൂടെ പോകുമ്പോൾ നല്ല ഫങ്ഷൻ വെയർ ആയിട്ട് ഇരിക്കുന്നു. ഇനി ഇത് തന്നെ മോഡലല്ല, ഇങ്ങനത്തെ ഡിസൈനർ സാരി. പക്ഷേ അത് വേറൊരു വ്യത്യാസപ്പെട്ടുള്ള സാധനം കാണിച്ചു തരാവേ. ബോർഡറിൽ വേറൊരു കളർ വരും. നമ്മൾ സിൽക്ക് സാരിയൊക്കെ കൊടുക്കുമ്പം ബോർഡറിന് വേറൊരു കളർ വരുമല്ലോ, അങ്ങനെ വന്നിട്ട് ഉള്ള ഷിഫോൺ സാരി. കണ്ടോ, ഇവിടെ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ അല്ലേ, അല്ലെങ്കിൽ മുന്തിരിയുടെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡില്ല, അതാണ് ഇവിടെ പർപ്പിൾ, അതായത് ഡാർക്ക് ഷെയ്ഡ്. ഇവിടെ ഗ്രീന്. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ നെറ്റിൻ്റെ ഈ ഒരു ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു നെറ്റിൻ്റെ പോലെ, നെറ്റാണോ അടി സൂക്ഷിച്ച് നോക്കിയാൽ നെറ്റാന്ന് തോന്നുന്നു അല്ലേ. ഇതാണ് ബ്ലൗസിൻ്റെ ഇതാണ് സാരി. ഇതുണ്ട്, ഇങ്ങനെ ഒരു ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് സാരി. അത് വേറൊരു രീതിക്ക് അവർ കയ്യെ കൂടെ പ്ലീറ്റ്സ് എടുത്ത് വള്ളി ഫ്രണ്ടിലേക്ക് ഇട്ടിരിക്കുക. സിമ്പിൾ സാരിയാണ്. റേറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് ഇപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേയിലൊക്കെ പോകാൻ നല്ലതാണ്. മുന്താണി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നുമില്ല, ടാസിൽ പിടിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ സാധനം. ഇനി ഇതിൻ്റെ തന്നെ ഇപ്പോൾ കാണിച്ച ബോർഡർ ഉള്ളതിൻ്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ. ബോട്ടിൽ ഗ്രീനും, അത് നേരെ തിരിഞ്ഞു വരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റേ ബോഡിക്ക് ഗ്രീൻ വന്നു, ബോർഡറായിട്ട് ആ ഒരു പർപ്പിളിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വന്നു. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. കണ്ടോ, ഇങ്ങനെ ഇരിക്കും സാരി.
ബ്ലൗസ് തിരിച്ചു വെച്ചാൽ ഞാൻ കാണിച്ചത്. ബ്ലൗസ് ദേ ഇങ്ങനെ കണ്ടോ, കയ്യിലൊക്കെ ആ ഒരു സംഭവമൊക്കെ വന്നിട്ട് നല്ല ഫിറ്റായിട്ട് കറക്റ്റ് കയ്യിൽ ഫിറ്റിംഗ് ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് തയ്ച്ചെടുക്കുവാണെങ്കിൽ അടിപൊളിയാണ്. കയ്യിൽ ആ ചുളുക്കം ഒരു ചുളുക്കം പോലും വരാതെ സ്ട്രെയിറ്റ് പിടിച്ചിരിക്കണം. നമ്മുടെ സ്കിൻ ഫിറ്റ് ബ്ലൗസ് ഇരിക്കുന്ന പോലെ ഇരിക്കണം, എന്നെങ്കിൽ ഒത്തിരി ഭംഗി. ഇതാണോ നമ്പർ അനുസരിച്ചാണോ ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്? അപ്പോൾ അങ്ങനെ തന്നെ എടുക്കണം അല്ലേ? ഇനി നമ്മുടെ ഡെയിലി ഇപ്പോൾ ഇതേ കാലാവസ്ഥ മാറിയല്ലേ, മഴക്കാലമായി. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി പോകുമ്പം അതിന് പറ്റുന്ന സാരികൾ വേണ്ടേ, മഴക്കാലത്ത് പറ്റുന്നത്. അങ്ങനത്തെ സാരികൾക്ക് ധാരാളം ആവശ്യക്കാരാണ്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സാരികളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഏത് പ്രായഭേദമന്യേ ഉടുക്കാൻ പറ്റുന്ന സാരികൾ, നല്ല ഞൊറിഞ്ഞ് ഉടുത്തിട്ട് സ്റ്റൈലായിട്ട് കുത്തിയൊക്കെ വെച്ച് എങ്ങനെ ഉടുക്കാനും പറ്റും, വെച്ച് നടക്കാനും പറ്റും. നമ്മൾ ഇച്ചിരി നനഞ്ഞാലൊന്നും ഒരു പ്രശ്നവുമില്ല, പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പക്ഷേ സ്റ്റൈലിനൊട്ടും ഒരു കുറവും വരുന്നുമില്ല. അങ്ങനത്തെ സാരികൾ. ഇതാ ഒഴുക്കൻ ജോർജറ്റ് സാരിയാണേ. ഇതിന് മുന്താണി എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഇല്ല എന്ന് പറയാൻ വരുമായിരുന്നു. ഉണ്ട്, എനിക്ക് എളുപ്പം മുന്താണി ഇല്ലാത്ത കാരണം ഞാൻ ഇനി അത് തിരിച്ച് പൊട്ടിച്ചാൽ മതിയായിരുന്നു. നല്ലൊരു പീക്കോക്ക് ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ് മുന്താണി ഉണ്ട്. ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട്, ബ്ലൗസ് എന്നാന്ന് പറയട്ടെ, ഈ സാധനമാണ് ഇതാ ബ്ലൗസ്. ഈ സാധനം എന്ന് പറയാം, അതായത് ഞാനിങ്ങനെ ഇടുമ്പോൾ ബോർഡർ മടങ്ങിയാണ് കിടക്കുന്നെങ്കിൽ അവിടെ നിന്നുകൊണ്ടത് പറയണം കേട്ടോ. ആണോ? എന്നിട്ട് എന്നെ മിണ്ടാകുന്നേ, എനിക്ക് കാണത്തില്ല. അപ്പം ഞാൻ ഈ പിന്നെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തന്നൂടായിരുന്നു. ഇതാണ് ബ്ലൗസ്. ഈ ഭാഗം ഈ ഒരു ചെറിയ കുത്തുള്ള സാധനം കേട്ടോ. എന്നെ സുഖമെന്നറിയാം ഉടുക്കാൻ. ചൂട് കാലത്താണേലും മഴക്കാലത്താണേലും ഒരുപോലെ പറ്റുന്ന ഒരു സാധനം. മഴക്കാലത്ത് ഏറ്റവും നല്ലത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ കോട്ടൺ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞു കഴിഞ്ഞാൽ സാരിയുടെ ഇടപാടും തീരും, നമ്മുടെ ഇടപാടും തീരും, നമ്മളാകെ വിറങ്ങലിച്ചിരിക്കേണ്ടിയും വരും. ഇതതിൻ്റെ വേറൊരു കളർ മുമ്പേ കാണിച്ചതാണ് വിശദമായിട്ടുള്ള സാരി. ഇതതിൻ്റെ കളേഴ്സ് മാത്രമേ ഞാൻ ഇനി കാണിക്കുന്നുള്ളേ. ഓരോ പ്രാവശ്യം ബോർഡർ മുന്താണിയും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ നല്ല വയലറ്റ് ഷെയ്ഡ്. ഇതാഴെ പോയി. ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കണ്ണിന് ഭയങ്കര ഇഷ്ടം തോന്നിക്കുന്ന ആ രീതിക്കുള്ള ഒരു ഡൈയിങ്ങാണ്. നല്ല ബോട്ടിൽ ഗ്രീൻ. അതെന്നറിയാം, അതിൻ്റെ സ്റ്റഫുമായിട്ട് നല്ല മാച്ചിങ് ആ ഒരു കളർ. അതുകൊണ്ടാണ് നല്ല സ്റ്റഫാണ് കേട്ടോ ജോർജറ്റിൻ്റെ. റോയൽ ബ്ലൂ കണ്ടോ, ഇങ്ങനൊരു ബോർഡർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഈ സെറ്റ് ടൈപ്പ്. ഇനി വേറെ അടുത്തത് ഇതാണോ? നിങ്ങൾക്ക് ഈ സാരിയൊക്കെ ഇല്ലേ, ഈ സാരിയൊക്കെ നമുക്കിപ്പോൾ മഴക്കാലത്ത് ഉടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞിട്ട് തയ്ക്കാനൊക്കെ അറിയാമെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തയ്ക്കാമെങ്കിൽ ഫുള്ളും ഇങ്ങനെയാണ്. വേറെ ഒരു സാധനവും ഇല്ല, വിത്ത് ബ്ലൗസും ഇല്ല. നിങ്ങൾ ഈ പിങ്ക് കളറുള്ള ബ്ലൗസ് എടുക്കണം. ഞാൻ രസമായിരിക്കും എന്നറിയാം. നല്ല പിങ്ക് കളറുള്ള ബ്ലൗസ് ഇട്ട് സത്യമായിട്ടും പറയുക ഭയങ്കര ഭംഗിയായിരിക്കും. ഈ കുഞ്ഞാ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നത് ആ കളർ തന്നെ ബ്ലൗസ് വരുമ്പോൾ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ അതിന് ചേരുന്ന മാലയൊക്കെ ഇടാൻ പറ്റുമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കൂടി ഇടുവാണെങ്കിൽ ഒത്തിരി നല്ലതെന്ന് ഞാൻ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ടേ നമുക്ക് കുർത്തി അടിക്കാൻ പറ്റുമെങ്കിൽ അംബ്രല സ്കേർട്ടോ അങ്ങനെയൊക്കെ തയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലതായി മെറ്റീരിയൽ. കാരണം മൊത്തം പ്ലെയിൻ അല്ലേ, ഒന്നുമില്ല, മുന്താണി ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ തന്നെ. ഇതിപ്പം ഡാർക്ക് ജെറ്റ് ബ്ലാക്കിൽ നല്ല പിങ്ക് ഷെയ്ഡ്, പീച്ച്, എല്ലാം നല്ല ജെറ്റ് ബ്ലാക്ക് ആണേ ബോഡിയെ. ഇതാണ് അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അടുത്തേത്തെ കാണിക്കാം. ഞാൻ പൊട്ടിച്ചത് തെറ്റിപ്പോയി. ഈ ചുരിദാർ ഒരു പ്രശ്നമാണല്ലോ. അല്ലാതെ നടക്കുമ്പോൾ പ്രശ്നമില്ലേ, ചുമ്മാ നടക്കുമ്പോൾ കുഴപ്പമില്ലേ. ഈ എന്തോ പറയുക, ഇങ്ങനെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കഴുത്തിറങ്ങി വരുക. ആലിയക്കട്ടല്ലേ, അതുകൊണ്ടാണ്. ബ്ലൂ, പീക്കോക്ക് ബ്ലൂ ബ്ലാക്കിൽ
ഞാൻ കഴിഞ്ഞ പോലെ ഇങ്ങനത്തെ സാരി കാണിച്ചിട്ട്, ഇങ്ങനത്തെ സാരി എന്ന് പറഞ്ഞാൽ ഷിഫോൺ സാരി, എന്നാ ആവശ്യക്കാരായിരുന്നറിയോ. ഞാനാണെങ്കിൽ ഷിഫോൺ സാരി ഒന്നും അങ്ങനെ കോട്ടൺ സാരി ഇതൊക്കെ കൊണ്ടുവരാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു തമ്പുരാന്, മനുഷ്യർക്ക് ഇത്ര ഇഷ്ടമുള്ള സാധനം ഞാൻ അറിയാതെ പോയല്ലോന്ന്. ഇത് പീച്ചും യെല്ലോയും കൂടെ മിക്സായിട്ട് രണ്ട് കളറുകളാണ്. ഇലങ്ങിപ്പൂ ഇല്ലേ, കണ്ട് ഇലങ്ങിപ്പൂ അറിയത്തില്ല. ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്തോ ഒരു ഇലങ്ങിപ്പൂ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഇലങ്ങിപ്പൂ പെറുക്കിയിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിലെ ഓരോ ഇത് പ്രാന്തല്ല, എന്നതല്ലേ. എന്നിട്ട് ഇത് കുത്തിയിരുന്ന് മാല ഓർത്ത് എന്തോരോ നീളത്തി മാല ആക്കി കഴിയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അത് കഴിയുമ്പോൾ പരിപാടി തീരും. പിറ്റേ ദിവസം വെളുപ്പിന് എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഇലങ്ങയുടെ ചോട്ടി പോയി ഒന്ന് കുത്തിയിരുന്ന് പെറുക്കും. എന്നെ നേരം വെളുത്തിട്ട് പെറുക്കുക എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പിള്ളേരെല്ലാം പെറുക്കിക്കൊണ്ട് പോകുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേണമെന്നും പറഞ്ഞ് ഇതൊക്കെയായിരുന്നു പരിപാടി. ആ 4 മണിക്ക് കുശുമ്പാ. പിന്നെ ഒരു പൂവിന് പോലും കുശുമ്പില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു ശരിയാണ്. അത്രയൊക്കെ കുശുമ്പൊക്കെ മനുഷ്യരുടെ വേണമെന്നേ. എല്ലാ വികാരങ്ങളും വേണം മനുഷ്യർക്ക്. അല്ലാതെ ഞാൻ നന്മയുടെ നിറകൂടെ വന്നും പറഞ്ഞ് നടന്നിട്ട് ഒതുക്കത്തി പണി കൊടുക്കാൻ പോകുന്നതിലും ഭേദമല്ലേ. ഞാൻ ഉള്ളതുപോലെ പറയുന്നില്ലേ. ഇതെന്നാ ഇത് എനിക്കറിയത്തില്ല. ഇതെങ്ങനെ എടുക്കും? ഇതിൻ്റെ മുന്താണി ഇതാണോ? ഇങ്ങനെ കാണിക്കണേല്ലേ, ഇങ്ങനെ കാണിക്കാമല്ലേ. നല്ല സാരിയാ, എന്നെ പറയട്ടെ, ഒട്ടിക്കിടക്കുന്ന ശരീരത്തോട്ട് ഒട്ടിക്കിടക്കും, നല്ല ഒതുങ്ങി. ഇതാണേ മുന്താണിയാണേ. അത് ബ്ലൗസാണോ? ഒന്ന് പരിശോധിക്കാൻ മേലായിരുന്നോ? ഇതൊന്നും പരിശോധിക്കാതാണോ വിദ്യ വന്ന് നിൽക്കുന്നതെന്ന് ചില ചേച്ചിമാരൊക്കെ ഇപ്പം ചോദിക്കണ്ട, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. ഇതാണ് മുന്താണി. ബ്ലൗസ് മുമ്പേ കണ്ടു. ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇത് ബോഡി കാണിച്ചു തരാം. ഇത് ബോഡി, ഇങ്ങനൊരു ബോർഡറുണ്ട്. മുടി ഇങ്ങനെ കിടക്കുന്നുണ്ട്, കാണിക്കാൻ പറ്റുന്നില്ല. ഇത് മുന്താണി കണ്ടോ. ആ ബ്ലൗസ്, അതിൻ്റെ സ്റ്റഫ് നിങ്ങൾ കണ്ടോ? ഈ ക്രേപ്പിൻ്റെയൊക്കെ പോലെ ഒട്ടി ഇങ്ങനെ മേത്തോട്ട് പോരുക. ബ്ലൗസാണ് മുമ്പേ കാണിച്ച സാധനം. ആദ്യം കണ്ടില്ലേ ബ്ലൗസ് തികയുമോ എല്ലാവർക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ബ്ലൗസ് വെച്ചിട്ടുണ്ട് എന്നാണേലും. ഇത് ഈ പച്ച എടുത്തു. ഇതെല്ലാം കൂടെ മുടി, ഒരു സൈഡിൽ മുടി, ഒരു സൈഡിൽ കുർത്തി, ഒരു സൈഡിൽ പിടിച്ചാൽ നിൽക്കാത്ത സാരി. പിടിച്ചാൽ നിൽക്കാത്തതെന്ന് പറഞ്ഞാൽ ഷിഫോണല്ലേ, അതിനെ കുറ്റം പറയട്ടെ വല്ല കാര്യമുണ്ടോ? ഷിഫോൺ സാരി അന്ന് അറിഞ്ഞോണ്ടല്ലേ സ്വീകരിച്ചത്. ഇത് കുറ്റം പറയാൻ പറ്റും, പാടുണ്ടോ? ഇതാ അടുത്ത കളറ്. അത് വന്നിട്ടൊരു ഗ്രീനായിരുന്നു. ഒലീവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡും പീച്ചും ഒക്കെ കൂടിയിട്ട് ഇതിന് ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഇവിടെ ഒരു, ഇത് ബ്ലൂ ആണോ ഗ്രീനാണോ? ഗ്രീൻ. എനിക്ക് ഈ ഒരു ബ്ലൂവും ഗ്രീനും അറിയത്തേ ഇല്ല. എപ്പോഴും സംശയം. ഞാൻ ബ്ലൂ എന്ന് പറയുന്ന എല്ലാവരും പറയും ഗ്രീൻ എന്ന്. അതുകൊണ്ട് ഞാൻ പറയാറില്ല. ഇത് ഗ്രീൻ, എന്നാലും ഇത് പൗഡർ ബ്ലൂ അല്ലേ? പിന്നെ അതിനാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് സാരി ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ട് നല്ല കുർത്തി അടിക്കണം, അല്ലെ പിള്ളേർക്ക് ഫ്രോക്കൊക്കെ അടിക്കണം. പിങ്ക്, എല്ലാം ലൈറ്റ് ഷെയ്ഡ്. ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം. ചെറിയ പ്രായക്കാർക്കും ഉപയോഗിക്കാം, പ്രായമുള്ളവർക്കും ഉപയോഗിക്കാം. പ്രായമുള്ളവർക്ക് പ്രത്യേകിച്ചും നല്ല എന്നാ പറയുന്നത്, മാനേജബിളാണ്. ഇത് തന്നെയല്ലേ മുമ്പേ തന്ന് നോക്കിയേ. ഇതിൻ്റെ തൊട്ട മണ്ടയിൽ ഇത്. അപ്പോൾ ഇതല്ലേ ബ്ലൂ അല്ലേ? ഇത് ബ്ലൂ ശരിയാ. ഇത് ബ്ലൗസ് ഇതാണ് മുന്താണി. പ്രത്യേകിച്ച് കാണിച്ചില്ല ഞാനല്ലേ. ഇതാ മുന്താണി കേട്ടോ. എല്ലാത്തിൻ്റെ ഒരേ മുന്താണി, അതുകൊണ്ടാണ് കാണിക്കാൻ. ഇവിടെ ബോഡിയെ വരുന്ന ആ കളർ മുന്താണി ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ. തീർന്നു, ഇത്രയും കൂടി ഉള്ളോ? കണ്ടോ എന്നാ രസമാണ്. കണ്ടോ, കാര്യം സിമ്പിൾ സാരി അല്ലേ എന്നാ പറഞ്ഞാലും അല്ലേ. നല്ല റോയൽ ബ്ലൂ കളറാണേ. അടുത്തേത് പൂക്കാലം വാരി വിതറി, എന്നാ കളറാ? ബ്ലൂ അല്ലേ? അതോ ഗ്രീനോ? ബ്ലൂ. ഒന്നുമില്ല, ഇങ്ങനെയാണേ, ഫുൾ ഇങ്ങനെയാണേ. മുന്താണി ഒന്നുമില്ലേ, ബ്ലൗസും ഇല്ലേ. ബ്ലൗസ് ഏത് കളറാ? 2 കളറിൽ ഏത് കളർ ഇട്ടാലും നല്ലതാണ്. ഇത് സെയിം. ഇത് ഗ്രീൻ.
അല്ലേ? ഗ്രീൻ. കറണ്ട് പോയോ? ഗ്രീൻ. ഓ, എന്നെ മഴയാണ് പുറത്തൊന്നറിയാം. എന്നാലും കറണ്ട് പോയാൽ അപ്പോഴേ ചൂടെടുക്കും. ഇനി ഇടപാടാണോ എൻ്റെ ദൈവം? എന്നാന്നറിയാം, ഇതെല്ലാം അടച്ചിട്ടേക്കുമല്ലേ, AC ആയതുകൊണ്ടേ, അതുകൊണ്ടാണ് ചൂടെടുക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിൻ്റെയും ബേസ് റോയൽ ബ്ലൂ ആണ്. മേളിലത്തെ പൂക്കൾ മാത്രം മാറി. നല്ല പൂക്കൾ. എന്നാ പറയട്ടെ, പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത. ഇത് വെച്ചിട്ട് നല്ല കുർത്തി തയ്ക്കണം. നല്ല അംബ്രല മോഡൽ അല്ലെ അനാർക്കലി മോഡലൊക്കെ കുർത്തി തയ്ച്ചിട്ട് സിമ്പിൾ, നല്ല കഴുത്തൊക്കെ വെട്ടിയിറക്കി വൈഡ് നെക്കൊക്കെ ആയിട്ട് ഫുൾ സ്ലീവ് തയ്ക്കുവാണെങ്കിൽ കുറേ നല്ല ഭംഗിയായിരിക്കും. എന്നിട്ടുണ്ടല്ലോ, ആ കളറ് ഷോൾ എടുത്തിട്ട് ചുമ്മാ കഴുത്തെ കൂടെ ചുറ്റി ഇടണം. നല്ല രസമായിരിക്കും. ഫുൾ സ്ലീവിന് നല്ല ഭംഗിയാണ്. ഇതൊക്കെ അതെ, എനിക്ക് പണ്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഈ കുർത്തിയൊക്കെ ഓർക്കുന്നുണ്ടോ? എനിക്കുണ്ടായിരുന്നേ. ഓർക്കുന്നുണ്ടോ? അതിലെ തന്നെ എൻ്റെ കുർത്തി ചോദിക്കാനാണോ നിങ്ങൾക്ക് തരും അല്ലേ? ഇത് പിന്നെ ഡാർക്ക് ജെറ്റ് ബ്ലാക്കിൽ ഈ ഒരു ഇതിൻ്റെ മോഡൽ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച കേട്ടോ. ഒത്തിരി പേര് റീസ്റ്റോക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ് അല്ലേ? പൂവിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസം കാണുമായിരിക്കും, അറിയത്തില്ല. സംഭവം ഇത് തന്നെ, ബ്ലാക്കും റെഡും. ഡാർക്ക് റെഡ്, നല്ല ഡാർക്ക് റെഡ്, എവർഗ്രീൻ കോമ്പിനേഷൻ. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ ഒരു കോമ്പിനേഷൻ മലയാളികൾക്ക് മാറിയത്തില്ല. എന്നാ തീർന്നല്ലോ അല്ലേ? ഇന്ന് കുറച്ച് കൂടുതൽ സാരി കാണിച്ചത്. എല്ലാം സിമ്പിൾ സാരി ആയിരുന്നു, എന്നാലും കുറച്ച് കൂടുതൽ സാരി കാണിച്ചിട്ടുണ്ട്. വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്യുക. ഇത് ഷിഫോൺ സാരി ആയതുകൊണ്ട് ഇതിനൊന്നും ഒരെണ്ണത്തിന് തന്നെ ഇഷ്ടംപോലെ സ്റ്റോക്കൊന്നുമില്ല. വളരെ കുറച്ച് പരിമിതമായ സ്റ്റോക്കുകളോടുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ടവർ വേഗം തന്നെ വാങ്ങിക്കുക. ചെറിയ വിലയല്ലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.